എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ആഴ്ചയിൽ നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ഇടയായതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവ സന്നിധിയിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. നമ്മെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിത ചുറ്റുപാടുകളെയും, പ്രത്യേകിച്ച് നമ്മൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പുതിയ പകൽക്കാലത്തിനായി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവമേ പല ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഇപ്രകാരം ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഒരുമിച്ച് കൂടി വരുവാനും കർത്താവേ നിന്റെ കൃപയും നിന്റെ സാന്നിധ്യവും അനുഭവിച്ചറിയുവാനും അങ്ങ് തരുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടുത്തെ കൃപയും അവിടുത്തെ നടത്തിപ്പും അവിടുത്തെ സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ അനുഭവിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളെക്കുറിച്ച്, വഴികളെക്കുറിച്ച് തികഞ്ഞ ബോധ്യത്തോടുകൂടെ, തികഞ്ഞ ധാരണയോടുകൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അത് ശക്തിപ്പെടുമ്പോൾ, ഞങ്ങൾ പതറിപ്പോകാതെ, ഞങ്ങൾ ഇടറിപ്പോകാതെ, ഞങ്ങൾ തകർന്നു പോകാതെ, തളർന്നു പോകാതെ അവിടുത്തെ കരങ്ങളിൽ, സ്നേഹകരങ്ങളിൽ വിശ്വാസത്തോടുകൂടി ആശ്രയിപ്പാൻ പിതാവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും അവിടുന്ന് കൂടെ ഇരിക്കുന്നല്ലോ, ഇനിയും അവിടുന്ന് കൂടെ ഇരിക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. ഇന്ന് പ്രാർത്ഥനയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന കർത്താവെ, ഒരുക്കത്തോടുകൂടെ ഇതിൽ പങ്കാളികളായി തീരുന്ന അങ്ങയുടെ പ്രിയ മക്കളെ അവിടുത്തെ സന്നിധിയിലേക്ക്, കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിത പശ്ചാത്തലങ്ങൾ, സാഹചര്യങ്ങളൊക്കെ അവിടുന്ന് നന്നായി അറിയുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ജീവിക്കുന്ന ഈ ദേശത്തിന്റെ, ലോകത്തിന്റെ കർത്താവെ, ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, കർത്താവെ, തകർച്ചയുടെ വക്കിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അങ്ങയോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ, അങ്ങയിൽ കൂടുതലായിട്ട് ആശ്രയിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ കൂടിവരവിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ പങ്കെടുക്കുന്നവരെ അവിടുത്തെ കൃപയാൽ അവിടെ നിറയ്ക്കണമേ. അവരെ അവിടുന്ന് സന്ദർശിക്കണമേ. അവരെ അവിടുന്ന് ആശീർവദിക്കണമേ. പ്രത്യേകിച്ച് പാട്ട് പാടുന്നവരെയും വചനം വായിക്കുകയും പറയുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ, വിശ്വാസത്തിന്റെ ശക്തീകരണത്തിന്, ആത്മീയമായ നവീകരണത്തിന് മുഖാന്തരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവിന്റെ ആദ്യയുടെ അവസാനം തിരു സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. യാതൊരു സാങ്കേതികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കൂടാതെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തിൽ അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മുടെ ശുശ്രൂഷയിലെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ബാബു അങ്കിളാണ്. ഇപ്പോൾ ബാബു അങ്കിൾ പാട്ടുകൾ പാടും. അതിന് ശേഷം മെർലി ആൻഡി സങ്കീർത്തനം വായിക്കും. 47 സങ്കീർത്തനം. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ങിടുവാൻ നീയല്ലാതാരുമില്ല, എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ നീയല്ലാതാരുമില്ല. എൻ ജീവിതം നിൻ കയ്യിലേ, എൻ ജീവിതം നിൻ കയ്യിലേ, മൺപാത്രമായെന്നും മാറ്റിയിടണേ,
നാഥാ നീയല്ലാതാരുമില്ല, എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ. നാഥാ നീയല്ലാതാരുമില്ല. നാളുകളേറിടുന്നു, ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞിടുന്നു. നാളുകളേറിടുന്നു, ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞിടുന്നു. നിൻ കാൽ ചുവടുകൾ അനുഗമിപ്പാൻ കാലുകളിടറിടുന്നു. നാഥാ നീയല്ലാതാരുമില്ല, എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ. നാഥാ നീയല്ലാതാരുമില്ല. ഈ മരുയാത്രയതിൽ ഓടിയലഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ, ഈ മരുയാത്രയതിൽ ഓടിയലഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ, നിന്നാത്മാവിൻ നിറവു നൽകി അനുദിനം നടത്തേണമേ. നാഥാ നീയല്ലാതാരുമില്ല, എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ. നാഥാ നീയല്ലാതാരുമില്ല. എൻ ജീവിതം നിൻ കയ്യിലേ, എൻ ജീവിതം നിൻ കയ്യിലേ, മൺപാത്രമായിന്നും മാറ്റിയിടണേ. നാഥാ നീയല്ലാതാരുമില്ല, എൻ ഭാരങ്ങൾ താങ്ങിടുവാൻ. നാഥാ നീയല്ലാതാരുമില്ല, നാഥാ നീയല്ലാതാരുമില്ല, നാഥാ നീയല്ലാതാരുമില്ല. അടുത്ത പാട്ട്. ഇസ്രയേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. ഇസ്രയേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. കാറ്റിലുലയും തോണി പോലൻ ജീവിതം വലയും വേളയിൽ നിൻ സാന്ത്വനം. കാറ്റിലുലയും തോണി പോലൻ ജീവിതം വലയും വേളയിൽ നിൻ സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാൻ എൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹം എന്നിൽ ചൊരിയണേ. വന്നിരാശകൾ ദൂരെയകറ്റുന്ന നിൻ സ്നേഹരൂപനേ. ഇസ്രയേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ
പ്രഭോ. സോദരനോടുള്ളതാം പകയെന്നിൽ നിന്നകറ്റാൻ എന്റെ ഹൃദയം നിർമ്മലമായി നീ ഒരുക്കിടണേ. സോദരനോടുള്ളതാം പകയെന്നിൽ നിന്നകറ്റാൻ എന്റെ ഹൃദയം നിർമ്മലമായി നീ ഒരുക്കിടണേ. എൻ പാപമെല്ലാം മായ്ക്കുവാൻ നിൻ രക്തത്താൽ എന്നെ കഴുകണേ. നിന്നിൽ ഞാൻ ഒന്നായി ലയിക്കുവാൻ നിൻ രക്ഷാമാർഗത്തിൽ നടത്തണേ. നിൻ ഹിതം പോലൻ ജീവിതം നയിക്കുവാൻ കൃപയേകണേ. ഇസ്രയേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. ഇസ്രയേലിൻ നായക, എന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭു. താങ്ക് യു ബാബു അങ്കിളെ. ഇപ്പോഴും മെർലി ആൻറ്റി സങ്കീർത്തനം വായിക്കും. സാം 47. ജോസ്പറ്റ, ഈ വർഷത്തെ 8-ാം മാസത്തിന്റെ 1-ാം ദിവസം ഇന്നത്തെ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വായിക്കുവാൻ നിശ്ചയിച്ച കോരപുത്രന്മാരുടെ 47-ാം സങ്കീർത്തനം പാരായണം ചെയ്യുന്നു. ഏവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. സർവഭൂമിക്കും മഹാരാജാവായ ദൈവത്തിൽ സകല ജനത്തിൻ്റെയും സന്തോഷം അറിയിക്കുന്നു കോരപുത്രന്മാർ. 47-ാം സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലും ആക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്ന് താൻ സ്നേഹിച്ച യാക്കോബിന്റെ ഭൂമിയെ തന്നെ. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ. അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവാസന്നിധിയില് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ വിശ്വാസത്തോടുകൂടെ ഭരമേൽപ്പിക്കാം. നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് കൂടി വരുവാനും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് ആത്മാർത്ഥമായി ഹൃദയംഗമായി നന്ദി പറയുവാനും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ
കുറവുകളെയും കുറ്റങ്ങളെയും നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിലൊക്കെ പറ്റിപ്പോയ പിഴവുകളെ, കുറവുകളെ, തെറ്റുകളെ നമുക്ക് ഓർക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ആ കുറവുകളെ ഓർത്ത് അനുതപിക്കാം. കർത്താവേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എന്നോട് കനിവുണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് താഴ്മയോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയ്ക്ക് മുൻപാകെ, ദൈവസ്നേഹത്തിന് മുൻപാകെ, ദൈവകരുണയ്ക്ക് മുൻപാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം, വിനയപ്പെടുത്താം. ഞാൻ ഇനി എനിക്കുള്ളവനല്ല, അങ്ങേക്കുള്ളവനാണ്, അങ്ങേക്കുള്ളവളാണ്. അവിടുത്തെ ഹിതപ്രകാരം എന്നെ മുൻപോട്ട് നയിക്കണമേ. കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ എന്നെ ഉടച്ച് അങ്ങയ്ക്ക് ഇണങ്ങിയ മാനപാത്രങ്ങളായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഹൈദരാബാദ്, സെക്കന്ദരാബാദ് പ്രദേശത്ത് ദൈവം നമ്മെ ഒരു വിശ്വാസ സമൂഹമായി കർത്താവിന്റെ സ്നേഹത്തെ സാക്ഷിക്കുവാൻ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ പരസ്പരം പങ്കുവയ്ക്കുവാൻ, ലോകത്തിന്റെ നന്മയ്ക്കായി പകരുവാനൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, സഭയിലൂടെ നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയവരെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. തുടക്കകാലങ്ങളിൽ, ഇല്ലായ്മകളിൽ, ദാരിദ്ര്യത്തിലൊക്കെ ദൈവം നമ്മെയും നമ്മുടെ പൂർവികരെയും നമ്മുടെ സഭയും ഒക്കെ നടത്തി. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയിലെ ആത്മീയമായ കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും ഒക്കെ നമുക്ക് ഓർക്കാം. കർത്താവിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ ക്രിസ്തീയ സ്വഭാവത്തെ, ക്രിസ്തീയ മൂല്യങ്ങളെ പരിപോഷിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള ആരാധനകൾ, കൂടിവരവുകൾ മുഖാന്തരമാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞായറാഴ്ചകളിലെ ആരാധനകൾ, നമ്മുടെ കോട്ടേജ് പ്രയറുകൾ, നമ്മുടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ, നമ്മുടെ ഭവനാരാധനകളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ, ദൈവം പ്രസാദിക്കുവാൻ, നമ്മുടെ ശുശ്രൂഷകൾ ദൈവത്തിന് പ്രസാദകരമായ യാഗമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയുടെ എല്ലാ പോഷക സംഘടനകളെയും നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ ഒത്തൊരുമിച്ച് ദൈവത്തിന്റെ വചനത്തെ അവർ ആഴമായി മനസ്സിലാക്കുവാൻ, വിശ്വാസത്തെ രൂപപ്പെടുത്തുവാൻ കർത്താവ് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയുടെ ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പതിവായിട്ടുള്ള ആരാധനകളിൽ മാത്രമല്ല, ദൈവം അവർക്ക് നൽകുന്ന എല്ലാ ശുശ്രൂഷാ മണ്ഡലങ്ങളിലും സമർപ്പണത്തോടെ, വിനയത്തോടെ ദൈവനാമത്തിന് വേണ്ടി അർപ്പിക്കുന്ന യാഗമാണ് ഈ ശുശ്രൂഷ എന്ന്, അതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന വിവേകത്തോടെ ആ ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ഗായക സംഘത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഓർക്കാം. നമ്മുടെ സഭയിലെ ചുരുക്കം കുഞ്ഞുങ്ങളാണ്, ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുള്ളത്, അവരെ ഓർക്കാം. അവരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് ആകാംക്ഷയോടെ, താല്പര്യത്തോടെ കടന്നു വന്ന് സഭയെ അവരുടെ രണ്ടാമത്തെ ഭവനമാക്കി തീർത്ത് അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ, സഭയിൽ പ്രവർത്തിപ്പാൻ അവരെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
നമ്മുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള കുടുംബങ്ങളെ ഓർക്കാം, അവരുടെ ശുശ്രൂഷകളെ ഓർക്കാം, അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കാം. ഈ വരും വർഷത്തെ പ്രവർത്തനങ്ങൾ അവരൊക്കെ നന്നായി നിർവഹിപ്പാൻ അതിന്റെ ചുമതലപ്പെട്ടവരെ സഹായിക്കണമേ. അവരുടെ ശുശ്രൂഷ സഭയ്ക്കാകമാനം അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കും. വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കും. സഭയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ അവരുടെ നേതൃത്വത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. അവരുടെയും എല്ലാ പ്രവർത്തനങ്ങളെയും കൂട്ടായ്മകളെയും ദൈവം അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കും. പുതുതായിട്ട് രൂപപ്പെട്ട സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങൾ, ആലോചനകൾ ഒക്കെ അനുഗ്രഹമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച നമ്മൾ ലേറ്റി സൺഡേ ആയിട്ട് ആചരിക്കുന്നു. നമ്മുടെ സഭയുടെ അൽമായ സംഘടന ലേറ്റി ഫെലോഷിപ്പ് അതിൻ്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നല്ലോ. ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർക്കാം. സാമ്പത്തികമായ ആവശ്യങ്ങൾ, മറ്റ് ആവശ്യങ്ങൾ, കുടുംബപരമായ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ കുടുംബങ്ങളെല്ലാം സന്ദർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ സീനിയേഴ്സിനെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രായത്തിന്റെ ക്ഷീണവും ബലഹീനതകളും ഉള്ളവരെ നമുക്ക് ഓർക്കാം. ദൈവം അവർക്ക് വേണ്ട ബലവും സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ സഭയ്ക്ക് നമ്മുടെ കുടുംബങ്ങൾക്കുള്ള ഒക്കെ നല്ല നേതൃത്വം നൽകുവാനായിട്ട് ദൈവം അവരെ സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രായമായവരിൽ പലരും പ്രായത്തിന്റെ ക്ഷീണമുണ്ട്, രോഗത്തിന്റെ പ്രയാസമുണ്ട്. അവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കെ സി ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആന്റിയെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ജെസി തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ജീവിതത്തിൽ ഏകരായിരിക്കുന്ന, ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആന്റിയെയും ഓർക്കാം. കുടുംബമായിട്ട് അവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വേണ്ട ആരോഗ്യം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ലിലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സുശീൽ ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും ഓർക്കാം. അവർ പലവിധമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു, ചികിത്സകളിലൂടെ കടന്നു പോകുന്നു. ദൈവം അവർക്ക് വേണ്ട പരിപൂർണ സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ചാച്ചമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും ഓർക്കാം. ദൈവം ഇരുവരെയും ആരോഗ്യം നൽകി ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ലിൻസി ആന്റിയെയും ഷമേലൂട്ടി അങ്കിളിനെയും ഓർക്കാം. രണ്ടുപേരും ശാരീരികമായ പരിമിതികളാൽ, രോഗാവസ്ഥകളാൽ, ക്ഷീണാവസ്ഥകളാൽ ഒക്കെ ഭവനത്തിലാണ് ദീർഘനാളുകളായി. ദൈവം അവർക്ക് വേണ്ട ആശ്വാസവും വിടുതലും നൽകണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലിസി ആന്റിയെയും എ സി എബ്രഹാം അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. റോയി അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. പുഷ്പ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോയി അങ്കിള് നാളുകളിലൊക്കെ പലവിധമായ പരിമിതികളിലൂടെ, രോഗാവസ്ഥയിലൂടെ, ക്ഷീണത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നു. ദൈവം പ്രിയ മകന് വേണ്ട വിടുതൽ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിക്കും വേണ്ട ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലാണല്ലോ. ശാരീരികമായ ബലഹീനതയിൽ ദൈവം തുണയായിരിക്കണമേ, സഹായിക്കണമേ എന്ന്. ആലീസ് ആന്റിയെയും മറിയാമ്മ ആന്റിയെയും ഓർക്കാം. രണ്ടുപേർക്കും കണ്ണിന്റെ കാഴ്ചയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ദൈവം അവർക്ക് വേണ്ട സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും.
ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. അതിൻ്റെ ചികിത്സയിലായിരിക്കുന്നവർ, കീമോതെറാപ്പി, റേഡിയേഷൻ അങ്ങനെയുള്ള ചികിത്സയിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് ഓർക്കാം. മറ്റ് പലവിധമായ രോഗാവസ്ഥകളിൽ ഭാരപ്പെടുന്നവർ, ക്ഷീണാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ആശ്വാസവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ട ബുദ്ധിയും വിവേകവും ദൈവം നൽകണമേ. നല്ല കുഞ്ഞുങ്ങളായ അനുസരണത്തോടെ, ദൈവാബോധ്യത്തോടെ അവർ മുതിർന്നു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അഡ്മിഷൻ പ്രോസസ്സിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. അഡ്മിഷൻ കിട്ടി പഠനം തുടങ്ങിയിരിക്കുന്നവരെ ഓർക്കാം. പഠനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ പഠന മേഖലയിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. അവരുടെ പഠനത്തിന് തക്കതായിട്ടുള്ള ജോലിയൊക്കെ ലഭിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർക്കാം. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് അവർ അർഹിക്കുന്ന ജോലിയൊക്കെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം അവർക്ക് ഒരുക്കി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ള, സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെ ശക്തീകരിച്ച് ജീവിതത്തിൽ അവരെ മുൻപോട്ട് കരം പിടിച്ച് നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ ഓർക്കാം. IT മേഖലകളിൽ, ബാങ്കിങ് മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, ഗവൺമെന്റ് ഉദ്യോഗത്തില്, പ്രൈവറ്റ് കമ്പനികളില്, ഫേമുകളില്, സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവര്, മറ്റു പലവിധമായ ജോലി സാഹചര്യങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ദൈവം അവർക്ക് എല്ലാവിധമായ സാമ്പത്തികമായ ഉയർച്ചയും വളർച്ചയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ, സമ്മർദ്ദത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി അവരെ മുൻപോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. സാമ്പത്തികമായ ക്ലേശങ്ങളെ നമുക്ക് ഓർക്കാം. ആവശ്യങ്ങളെ ഓർക്കാം. ഭവനമില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വീട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ, സ്വപ്നം കാണുന്നവരെ ഓർക്കാം. ദൈവം അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണമേ. ദൈവം അവർക്ക് ഭവനങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭവനത്തിൻ്റെ റെനോവേഷൻ വർക്കുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർ, അതിൻ്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചിന്തിക്കുന്നവരെ ഓർക്കാം. വാഹനങ്ങളില്ലാത്തവരെ ഓർക്കാം. അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള വാഹനങ്ങളൊക്കെ ദൈവം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. മറ്റേതെങ്കിലുമൊക്കെ തരത്തില് കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രയാസങ്ങളോ ഒക്കെ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ നാളുകളായിട്ട് അതിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി, ശാക്തീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെ വളർത്തണമേ, അതിനെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളെയും ഓർക്കാം.
സാമൂഹികമായ പിന്നോക്കാവസ്ഥയിലായിരിക്കുന്നവരെ ഓർക്കാം. വിവിധ തരങ്ങളിൽ കഷ്ടപ്പാടുകളിലായിരിക്കുന്നവർ, ഭവനമില്ലാതെ, പാർപ്പിടമില്ലാതെ, വസ്ത്രമില്ലാതെ, നല്ല വിദ്യാഭ്യാസം ലഭിക്കാതെ, ഈ രാജ്യത്തിന്റെ നന്മകളിൽ ഒന്നും ഭാഗമാകാൻ കഴിയാതെ വളരെ ശോചനീയമായ അവസ്ഥയിൽ കഴിയുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീതിന്യായ വ്യവസ്ഥിതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ സാമൂഹിക ഭരണപരമായ സംവിധാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതൊക്കെ ജനങ്ങളുടെ പൊതുവായ നന്മയ്ക്കു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭങ്ങളാൽ, യുദ്ധങ്ങളാൽ, യുദ്ധക്കെടുതികളാലൊക്കെ ഭാരപ്പെടുന്ന ജനവിഭാഗങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഗാസയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കുന്ന പത്രവാർത്തകൾ സത്യമാണെങ്കിൽ ആഹാരമില്ലാതെ, വെള്ളമില്ലാതെ, പാർപ്പിടമില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭീകരവാദത്തിന്റെയും യുദ്ധത്തിന്റെയും ഒക്കെ കെടുതികൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകരാജ്യങ്ങളാലൊക്കെ കൈവിടപ്പെട്ട ഒരു ജനത. നമ്മളും ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, നീതി നിഷേധിക്കപ്പെട്ടവരായിരുന്നു. അന്യന്റെ വേദനകൾ അത് മനസ്സിലാക്കുവാൻ, ലോകത്തിന്റെ സൗഖ്യത്തിനും ആശ്വാസത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, യുദ്ധങ്ങളൊക്കെ നിർത്തൽ ചെയ്യപ്പെടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭത്താൽ സുനാമിയുടെ പ്രയാസം, ഭൂകമ്പം, വെള്ളപ്പൊക്കം, അപകടങ്ങൾ, അങ്ങനെയുള്ള വലിയ ദുരന്തങ്ങളാലൊക്കെ ഭാരപ്പെടുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർക്കാം. ദുരിതത്തിലായിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മതവ്യത്യാസമില്ലാതെ, വർഗവ്യത്യാസമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകമായി നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ വിശ്വാസ സമൂഹങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മളെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളാണ്. 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡ് ജയിലിലാണ്. സിസ്റ്റർ പ്രീതി, സിസ്റ്റർ വന്ദന, അതോടൊപ്പം തന്നെ അവരോടൊപ്പമുള്ള ഒരാൾ. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നോർത്ത് ഇന്ത്യയിൽ ആകമാനം, ഛത്തീസ്ഗഡില്, മധ്യപ്രദേശില്, ഉത്തർപ്രദേശില്, ജാർഖണ്ഡില്, പലയിടങ്ങളിലും മിഷണറിമാര്, ക്രിസ്തീയ പ്രവർത്തകര് മത തീവ്രവാദികളാലൊക്കെ ആക്രമിക്കപ്പെടുന്നു, പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. പാസ്റ്റർമാര്, സംഘടിതരല്ലാത്ത രാഷ്ട്രീയപരമായ സ്വാധീനമില്ലാത്ത സാധാരണക്കാരായ ഒരുപാട് പേർ സുവിശേഷം പറയുന്നതിന്റെ പേരിൽ, ക്രിസ്തുവിന്റെ സ്നേഹം പറയുന്നതിന്റെ പേരിൽ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പേരിലൊക്കെ അടികൊള്ളപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, മുറിവേൽപ്പിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, കുടിയിറക്കപ്പെടുന്നു. നമ്മളൊക്കെ സുരക്ഷിതമായിട്ട് ആയിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മിഷണറിമാരെ കുറ്റം പറയുന്നവരുണ്ട്, പ്രവർത്തകരെ പഴിചാരുന്നവരുണ്ട്. ഐക്യതയോടുകൂടെ ദേശത്തിന് ഉണർന്ന് ഏക മനസ്സോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കമ്മ്യൂണൽ പൊളിറ്റിക്സ് നമ്മളെ ഭിന്നിപ്പിക്കാതെ, ചൂഷണം ചെയ്യാതെ, അധികാരം നമ്മളെ ഭ്രമിപ്പിക്കാതെ, സത്യവും നീതിയും ന്യായവും മനസ്സിലാക്കി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം നിർഭയമായി നിർവഹിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ സഭകളെയും നമുക്ക് ഓർക്കാം, എല്ലാ സഭകളെയും ഓർക്കാം. ആത്മീയ നേതൃത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പണത്തിനു വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിനു വേണ്ടി മത്സരിക്കുന്നവർ, ലജ്ജാകരമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തേണ്ട പലതും, പകയും പിണക്കവും വിദ്വേഷവും
ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ. പൗലോസ് പറയുന്നത് മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരാണെന്ന് ചിന്തിക്കാനുള്ള മനസ്സില്ലായ്മ. അസൂയയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ തടവറയിലായി പോയ മനുഷ്യർ. നമ്മുടെ സഭയുടെ ആത്മീയമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായി, ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി, ക്രിസ്തുവിന്റെ സ്നേഹം ചുറ്റുപാടുകൾക്ക് പകർന്നു കൊടുക്കുന്നവരായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയമായ നേതൃത്വത്തെ അതിനായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും, കടന്നു വന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങൾ, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സഭയുടെ വാച്ച്മാൻ ആയിരിക്കുന്ന സുരേഷിന്റെ ഭാര്യ കുറച്ചു ദിവസമായി ശാരീരികമായി സുഖമില്ലാതിരിക്കും. ആ പ്രിയദാസിയെ നമുക്ക് ഓർക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ, രോഗികളുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഓർക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവ സന്നിധിയിൽ സമർപ്പിക്കാം. വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സുഷയാൻറ്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. അച്ഛ കേൾക്കാമല്ലോ? കേൾക്കാം ആൻറ്റി. യെസ്. നന്ദിയോടെ കർത്താവേ, സർവശക്തനെ, ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന പുനിതമ്പുരാനെ, അങ്ങയുടെ പാദപീഠത്തിന് ഘടിയങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും കോട്ടയാകയാൽ സ്തോത്രം. കർത്താവെ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങളെ സഭയായി അവിടുത്തെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഈ മാസത്തിന്റെ 1-ാം തീയതി തന്നെ കർത്താവെ, സഭയായി അങ്ങയുടെ നാമത്തില് കർത്താവെ ഞങ്ങൾക്ക് കൂടി വരുവാനും അവിടുത്തെ നാമത്തെ ഉയർത്തുവാനും ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും അറിയുന്ന തമ്പുരാനെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുത്തെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, സഭയായി കർത്താവെ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങൾക്ക് കർത്താവെ ശുശ്രൂഷിക്കുവാനായിട്ട് അവരെ അവിടുന്ന് ഞങ്ങളുടെ സഭയിലേക്ക് അയച്ചിരിക്കുന്നുവല്ലോ. കർത്താവെ, അവരുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദവും ഞങ്ങളുടെ സ്നേഹവും അവർക്കും അനുഗ്രഹമായി തീരത്തക്കവണ്ണം മുന്നോട്ട് ദൈവമേ ഞങ്ങളെ ഒരു മനസ്സോടെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛനെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമേ, വചനമൊക്കെയും സംസാരിക്കുമ്പോൾ, ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് അപ്പൊ അവിടുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ല കൊച്ചമ്മയെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലായിരിക്കുന്നുവല്ലോ. കർത്താവെ, എത്രയും വേഗം അപ്പൊ ആ സൗഖ്യം കൊടുക്കണം. ആ കണ്ണിന് പൂർണ്ണ കാഴ്ചയൊക്കെ ലഭിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായിട്ട് ഞങ്ങളുടെ സഭയിൽ അവരുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അപ്പൊ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ബോംബെയിലപ്പ പോയിരിക്കുന്ന കർത്താവെ, കുഞ്ഞിനെ പഠനത്തിനായി പോയിരിക്കുന്നുവല്ലോ. മകളോട് കൂടെ ഇരിക്കണം. കർത്താവെ, അവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ദൈവമേ പഠിക്കുവാനും അവിടുത്തെ അന്തരീക്ഷവും എല്ലാം ഹോസ്റ്റലിന്റെ ജീവിതമൊക്കെ കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണം. യാതൊരു വിധത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കുഞ്ഞിന്റെ പഠിത്തമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണം. അതുപോലെ ഇവിടെ ആയിരിക്കുന്ന മകനെ സമർപ്പിക്കുന്നു. കുഞ്ഞിനും ദൈവമേ പഠിക്കുവാനുള്ള എല്ലാ കൃപയും അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അല്പസമയം അപ്പൊ അവിടുത്തെ തിരുപാദപീഠത്തിൽ ഇരിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾ പല ഭവനങ്ങളിലായിട്ട് ദൈവമേ നിന്റെ സന്നിധിയിൽ അവിടുന്ന് കൂടിയിരിക്കുന്നു. 2-3 പേർ എവിടെ കർത്താവെ അങ്ങയുടെ നാമത്തില് കർത്താവെ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവെ അവിടുത്തെ സാന്നിധ്യമുള്ളത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഉയർത്തെഴുന്നേറ്റവനായ ഒരു ദൈവത്തെയാണ് ദൈവമേ ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങ് ദൈവമേ ഞങ്ങളെ കാണുകയും ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളുടെ അവസ്ഥ അറിയുന്ന ദൈവം ആയതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കർത്താവെ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെക്കാൾ അധികം കർത്താവെ ഞങ്ങളെ അറിയുന്ന പൊന്നുപിതാവെ ഓരോരുത്തരുടെയും ആവശ്യങ്ങള്, വ്യക്തിപരമായ ആവശ്യങ്ങള്, പ്രയാസങ്ങള് എല്ലാം
അപ്പൊ അവിടുന്ന് അറിയുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഓരോരുത്തർക്കും സഭയായിട്ട് ദൈവമേ ഞങ്ങൾ കടന്നു വന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് പരമേൽപ്പിക്കുവാണ് കർത്താവെ. അവിടുന്ന് ഞങ്ങളെ കേൾക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ, എല്ലാവർക്കും വേണ്ടുന്ന സമാധാനവും സന്തോഷവും ഈ ലോകത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ മക്കളാകയാൽ കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെ ഒക്കെ ദൈവമേ ധൈര്യത്തോടെ ചോദിക്കുവാനും അവിടുന്ന് ഞങ്ങളുടെ അപേക്ഷകളൊക്കെ കേട്ട് കർത്താവെ ഉത്തരമരുളണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഭയിലുള്ള ഓരോ കർത്താവെ ഓർഗനൈസേഷനെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, പ്രത്യേകിച്ച് ദൈവമേ ചർച്ച് കമ്മിറ്റിയെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കമ്മിറ്റിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. എല്ലാം കർത്താവെ ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവ സ്നേഹത്തിൽ നിന്നുകൊണ്ട് കർത്താവെ വിശ്വസ്തയോടെ കർത്താവെ ചർച്ചിന്റെ വളർച്ചയ്ക്കും ചർച്ചിൽ കടന്നു വരുന്ന എല്ലാ വ്യക്തികളുടെ കർത്താവെ ജീവിതത്തിനും അനുഗ്രഹപ്രദമായ രീതിയിൽ അവരൊന്നിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെയ്യുന്ന എല്ലാ വേലകളും ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവ സ്നേഹത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളുടെ ചർച്ച് കർത്താവെ അന്യോന്യം സ്നേഹിക്കുന്നവരായി ഐക്യമുള്ളവരായി ദൈവമേ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് തന്ന ചർച്ചിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ വുമൺസ് ഫെലോഷിപ്പിനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ആദ്യം കർത്താവെ അവർ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് കർത്താവെ സ്ത്രീകളാണല്ലോ ദൈവമേ അറിഞ്ഞത്. കർത്താവെ, ആ ദൗത്യം മുന്നോട്ടും ദൈവമേ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവെ നിർവഹിക്കുവാൻ കർത്താവെ വുമൺസ് ഫെലോഷിപ്പായിട്ട് ഞങ്ങളെ സഹായിക്കണം. അതിൻ്റെ കർത്താവെ ചുമതല ഏറ്റിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, എല്ലാം ഭംഗിയായും ശ്രേഷ്ഠമായ രീതിയിൽ നടത്തുവാനും അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചർച്ച് കൊയറിനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരാധന ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം കർത്താവെ അവരാണല്ലോ. കർത്താവെ, ആത്മാർത്ഥതയോടെ ദൈവ സ്നേഹത്തിൽ നിന്നും കർത്താവെ പാടി സ്തുതിക്കുവാനെല്ലാം ഞങ്ങളുടെ കൊയർ മെമ്പേഴ്സിനെ അവിടുന്ന് സഹായിക്കണം. അതിന്റെ ചുമതല ഏറ്റിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ ക്രിസ്മസിന് വേണ്ടിയുള്ള പാട്ടുകളൊക്കെ കർത്താവെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവെ ശബ്ദമൊക്കെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് നാളത്തെ ഞങ്ങളുടെ സഭ. കർത്താവെ, കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ദൈവമുള്ളവരായി ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതിന്റെ കോവിഡ് വചനപ്രകാരം അതിനെ കർത്താവെ പഠിച്ച് കർത്താവെ ദൈവമക്കളായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയി തീരുവാൻ തക്കവണ്ണം കർത്താവെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ എല്ലാം കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ദൈവസ്നേഹത്തിൽ നിന്നും എല്ലാം ചെയ്യുവാന് എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൂത്ത് ഫെലോഷിപ്പിനായി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യുവജനങ്ങളെ കർത്താവെ ദൈവമുള്ളവരായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരുടെ ആരോഗ്യവും ബുദ്ധിയും ഒക്കെ പ്രവർത്തിച്ച് കർത്താവെ ശ്രേഷ്ഠമായ രീതിയിൽ ഞങ്ങളുടെ യൂത്തിന്റെ കൂട്ടായ്മ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യങ് കപ്പിൾസ് ഫെലോഷിപ്പ് ഉണ്ട്, ലേറ്റി ഫെലോഷിപ്പ് ഉണ്ട്. കർത്താവെ, ഇതൊക്കെ ഞങ്ങളുടെ ചർച്ചിന്റെ കർത്താവെ ഭാഗങ്ങളായിട്ട് അവരുടെയൊക്കെയും പ്രവർത്തനങ്ങൾ ദൈവമേ ചർച്ചിന്റെ മുന്നോട്ടുള്ള അനുഗ്രഹപ്രദമായ നടത്തിപ്പിന് കർത്താവെ ശ്രേഷ്ഠമായ രീതിയിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ദൈവ സ്നേഹത്തിൽ നിന്ന് കർത്താവെ ഇതൊക്കെയും ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. അപ്പൊ അവിടുന്ന് സ്നേഹമാകുന്നു. കർത്താവെ, ആ സ്നേഹത്തിൽ ഞങ്ങളും ഒന്നിച്ച് കർത്താവെ യാതൊരുവിധ കർത്താവെ വ്യത്യാസങ്ങളും ഇല്ലാതെ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഒരു മനസ്സോടെ കടന്നു വരുവാനും ഒരു മനസ്സോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും സഭയായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും തരുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ പ്രായത്തിൻ്റെതായ ക്ഷീണത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അവരെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. കർത്താവെ, അവരെയൊക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പ്രായത്തിന്റെ ക്ഷീണങ്ങളെ കർത്താവെ അവരെ നോക്കുന്നവർക്കൊക്കെയും കർത്താവെ സ്നേഹത്തിൽ നിന്ന് എല്ലാം ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവിടുന്ന് എല്ലാവരെയും അറിയുന്നുണ്ടല്ലോ. കർത്താവെ, നടക്കുന്ന ഓരോ ട്രീറ്റ്മെന്റും കർത്താവെ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണം. എന്നും ഒക്കപ്പുറമായി വിശ്വാസത്തോടെ കർത്താവെ പ്രാർത്ഥിച്ച് കർത്താവെ രോഗത്തിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരും വിശ്വാസത്തിന്റെ ആത്മാവിനെ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവെ അവിടുത്തെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് നിന്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. കർത്താവെ, ഓരോരുത്തരും അത് ഏറ്റെടുത്ത് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടെ അവരുടെ ട്രീറ്റ്മെന്റോടൊപ്പം കർത്താവെ
പ്രാർത്ഥിച്ച് കർത്താവെ എല്ലാ അസ്വസ്ഥതയിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും വിശ്വാസത്തോടെ വിടുതൽ പ്രാപിപ്പാൻ അവിടുന്ന് ദൈവമേ സഭയായി ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ദിവസവും കർത്താവെ ഇന്ന് മാത്രം പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, എന്നും കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ സഭയിൽ കർത്താവെ ഭാരത്താലും ദൈവമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ അവരെയൊക്കെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവെ അവിടുത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് നന്മ തരുമ്പോൾ കർത്താവെ ആ നന്മ മറ്റുള്ളവർക്കും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്നവരെ കണ്ട് ഞങ്ങളുടെ നന്മയുടെ ഒരു ഭാഗം കർത്താവെ അങ്ങനെയൊക്കെ ചെയ്യുവാനുള്ള കൃപ, അതിനുള്ള ഒരു മനസ്സ് കർത്താവെ സഭയായിട്ടും വ്യക്തികളായിട്ടും ഒക്കെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ ചെറിയ ക്ലാസ് മുതൽ കർത്താവെ ദൈവമേ കുഞ്ഞുങ്ങളൊക്കെയും യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായിരിക്കും. ദൈവമേ ദൈവത്തോടുള്ള വിശ്വാസത്തിലും ഭക്തിയിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും പഠിക്കട്ടെ കർത്താവെ. ദൈവമേ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണം. അതുപോലെ ദൈവമേ 10th ക്ലാസ് കഴിഞ്ഞും 12th ക്ലാസ് കഴിഞ്ഞും മുന്നോട്ടുള്ള പഠനം ഏത് രീതിയിലെന്ന് ആലോചിക്കുന്നവർക്ക് അപ്പൊ അവിടുന്ന് ദൈവമേ അവിടുന്ന് നേരായ വഴി കാണിച്ചു കൊടുക്കണം. കുഞ്ഞുങ്ങളൊക്കെ ശ്രേഷ്ഠമായ രീതിയിൽ പഠിച്ച് കർത്താവെ അവിടുന്ന് മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുപോലെ പഠനമൊക്കെ കഴിഞ്ഞ് കർത്താവെ ജോലികൾക്കായി പരിശ്രമിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടപ്പ, അവർക്കൊക്കെയും ഉപജീവനമാർഗമാകുന്ന നല്ല ജോലികളെ അവരുടെ പഠനത്തിന് തക്ക ശ്രേഷ്ഠമായ ജോലികളെയൊക്കെ കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തക്ക സമയത്ത് പിതാവെ അവിടുന്ന് വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ വിവാഹപ്രായമെത്തിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ദൈവമക്കളെ തന്നെ, ദൈവമുള്ള വിശ്വാസമുള്ള കുഞ്ഞുങ്ങളെ തന്നെ കർത്താവെ ദൈവമേ അവരുടെയൊക്കെയും ജീവിത പങ്കാളികളായിട്ട് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമുള്ള വഴികളെയും അതിനുള്ള ആൾക്കാരെയും അവിടുന്ന് തക്ക സമയത്ത് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ദൈവമേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും അവിടുന്ന് അറിയുന്നു. ദൈവമേ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പ, കർത്താവെ ഭവനം നൽകി കർത്താവെ അവരുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് അറിഞ്ഞ് അതിനുള്ള വഴികളെ അവിടുന്ന് തുറന്നു കൊടുക്കണം പിതാവെ. വാഹനമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് കർത്താവെ അവിടുന്ന് വാഹനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിദേശത്ത് കർത്താവെ ഞങ്ങളെ സഭയായി അവിടുന്ന് അനുഗ്രഹിക്കണം കർത്താവെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ അതിൽ അഹങ്കാരം കാണിക്കുന്നവരായി തീരുവാൻ അവിടുന്ന് ഇടയാക്കരുത് കർത്താവെ. എപ്പോഴും താഴ്മയുള്ളവരായി ഞങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠത എണ്ണിക്കൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയും ഉള്ളവരായിട്ട് കർത്താവെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ സഭകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവേലകൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. മിഷനറിമാരായിട്ടുള്ളവരെ സമർപ്പിക്കുന്നു കർത്താവെ. ഇവരുടെയൊക്കെയും വേലകളിൽ ദൈവമേ അവിടുന്ന് കൂടെ ഇരിക്കണം. ദൈവമേ ദൈവവചനം കർത്താവെ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുന്നവരെ ഒക്കെ അവിടുന്ന് കർത്താവെ കാത്തു സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഛത്തീസ്ഗഡിലെ കർത്താവെ അറസ്റ്റിലായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു കർത്താവെ. എത്രയും വേഗം കർത്താവെ അവർക്ക് നീതി ന്യായം ലഭിച്ച് വിടുതൽ പ്രാപിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകത്തിൽ നടക്കുന്ന കർത്താവെ ഈ സംഭവങ്ങൾ ഒന്നും കണ്ട് ഭയക്കുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേലയിൽ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ഓർഗനൈസേഷനുകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ സഭയുടെ കർത്താവെ ഞങ്ങളുടെ മഹായുടെ മിഷൻ ഫീൽഡുകളെയൊക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഇതൊക്കെയും ലോകത്തിനും കർത്താവെ ആ ദേശത്തുള്ള ആൾക്കാർക്കും അനുഗ്രഹമായി തീരണമേ. അവരൊക്കെയും ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകം അതിന്റെ അന്ത്യത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തിലൊക്കെ ഞങ്ങളെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും ഈ ലോകത്തിൽ നഷ്ടമായി പോകാതെ നിത്യജീവൻ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവവചനം പഠിച്ചും കർത്താവെ വചനത്തിൽ വിശ്വസിച്ചും മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ദേശത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭരണാധികാരികളെയൊക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അവരുടെ മുകളിലൊക്കെയും ഒരു കർത്താവെ ഒരു രാജാവുണ്ട്, കർത്താവായിട്ട് അങ്ങുണ്ട് കർത്താവെ. അവരുടെയൊക്കെയും ഹൃദയങ്ങളിൽ ദൈവഭയം കൊടുക്കണം കർത്താവെ. മനുഷ്യർക്ക് ദൈവമേ സഹിക്കാൻ വല്ലാത്ത വിധത്തിലുള്ള കർത്താവെ നിയമങ്ങളും ചിട്ടകളും ഒക്കെ കൊണ്ടുവന്ന് കർത്താവെ
ബുദ്ധിമുട്ടുവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, പ്രകൃതിക്ഷോഭങ്ങളാൽ പകർച്ചവ്യാധികളാലൊക്കെയും ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, വെള്ളത്തിന്റെ കെടുതികളാലും മഴയുടെ പ്രശ്നങ്ങളാലൊക്കെ ദൈവമേ ഭവനം നഷ്ടപ്പെട്ടവര്, അവരുടെ ഈ ആയുസ്സിലെ സമ്പത്തൊക്കെയും നഷ്ടപ്പെട്ടവരൊക്കെയും ഉണ്ട് കർത്താവെ. അവർക്കൊക്കെയും ദൈവമേ ദൈവസമാധാനം ആശ്വാസം നൽകി അവരുടെയൊക്കെ ജീവിതങ്ങളെ അവിടുന്ന് കരുപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അനാഥാലയങ്ങളിലായിട്ട് താമസിക്കുന്നവരുണ്ട്, ആശുപത്രികൾ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ടപ്പാ കർത്താവേ. അവരുടെയൊക്കെയും ഇടയിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം സൗഖ്യവും ക്ഷേമവും തന്ന് കർത്താവേ ഞങ്ങളെ ഓരോ ദിവസവും കർത്താവെ അവിടുന്ന് ദൈവമേ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. മുന്നോട്ടും കർത്താവെ അതൊന്നും ഞങ്ങളുടെ കർത്താവെ ഒരു നന്മയോ കർത്താവെ ഒന്നും കൊണ്ടല്ല അപ്പാ, അവിടുത്തെ കൃപ അവിടുത്തെ കരുണ കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ കൂടുതൽ കൂടെ താഴുവാനും ദൈവ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങളാൽ കഴിയുന്ന വിധം കർത്താവെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. സഭയായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പറഞ്ഞല്ലോ ഞങ്ങളുടെ വാച്ച്മാനായിട്ടുള്ള കർത്താവെ സുരേഷിന്റെ വൈഫിനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. ഏതുവിധമായ അസുഖത്താലാണ് ഭാരപ്പെടുന്നത് ഞങ്ങൾക്കറിയത്തില്ല കർത്താവെ. എന്നാൽ അവിടുന്ന് സൗഖ്യമാക്കുന്ന ദൈവമാണ് കർത്താവെ. അവിടുന്ന് ദൈവമേ ആ വ്യക്തിക്ക് ഏറ്റവും എത്രയും വേഗം സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ സഭയായി അടിയങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. കേരള മഹായിടവകയെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. ഞങ്ങളുടെ നേതൃത്വത്തിലൊക്കെയും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. ദൈവമേ, എല്ലാം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കർത്താവെ വിശ്വസ്തയോടെ എല്ലാവരും ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ഹൈദരാബാദ് ഞങ്ങളുടെ ചർച്ചിൽ ഇരുന്ന് ഇവിടുന്ന് പോയിട്ടുള്ള അച്ഛന്മാരെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അവരൊക്കെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കൂടുതൽ ദൈവകൃപയിൽ അവരെയൊക്കെയും നടത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ കഴിഞ്ഞ ദിവസം ദൈവമേ ഞങ്ങൾ ഇന്ന് അകന്നുപോയ കർത്താവെ തോമസ് സാമുവേൽ അച്ഛന്റെ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവീയ സമാധാനം കൊണ്ട് ദൈവമേ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുനപിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാതെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കർത്താവെ എല്ലാം അറിയുന്നവനാണ് കർത്താവെ. അങ്ങേ ഒന്നും മറക്കുന്ന ദൈവമല്ല കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. വചനത്തിൽ കൂടെ കർത്താവെ അച്ഛൻ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമേ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ദൈവവചനം കർത്താവെ കൂടുതൽ പഠിക്കുവാനും ഒക്കെ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പഠിക്കുന്നതൊക്കെ കർത്താവെ ഞങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് മാത്രമാകാതെ ദൈവവചനം അനുസരിച്ച് കർത്താവെ ഈ ലോകത്തിൽ ജീവിക്കുവാനും നന്മ ചെയ്യുവാനും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും ദൈവമേ ഞങ്ങളെ സഭയായിട്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും അവരുടെ കർത്താവെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വേദനകൾ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമേ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണം. കടന്നു വരാൻ പല വിധത്തിൽ കർത്താവെ സാധിക്കാത്തവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊന്നും യാതൊരു മുടക്കവും വരാതെ കർത്താവെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിർത്തണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. പിതാവേ, അല്പസമയം അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും അടിയനെ നീ സഹായിച്ചതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ യാചനകളോ അപേക്ഷകളും ഒക്കെ അവിടുന്ന് കേട്ടല്ലോ. അടിയന്റെ കുറവുകളോ ബലഹീനതകളോ അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം തരുന്നതിന് കർത്താവെ തടസ്സമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവെ അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും ഒക്കെ ദൈവനാമം മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ ഇടയാക്കണമേ. എല്ലാം ഞങ്ങൾ അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ ആമേൻ. സ്തോത്രം. താങ്ക് യു സുഷാന്റി. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം വീണ്ടും നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കൂടി വരുവാനായിട്ട് ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയില് സുഷയാന്റി പ്രത്യേകിച്ച് മധ്യകേരള മഹായിടവകയിലെ വളരെ സീനിയറായ ഒരു പട്ടക്കാരനായ തോമസ് സാമുവൽ സീനിയർ അച്ഛൻ്റെ
വിയോഗത്തെക്കുറിച്ച് ഓർക്കുകയും അച്ഛൻ്റെ ജീവിതത്തെയും ശുശ്രൂഷകളെയും സാക്ഷ്യത്തെയും കുറിച്ചൊക്കെ ഓർക്കുകയും അച്ഛൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി, അച്ഛൻ്റെ വേർപാടിൽ അച്ഛൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ. മധ്യസ്ഥ പ്രാർത്ഥനയിലെ വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാനായിട്ട് ഞാനും വിട്ടുപോയി, ഓർത്തുകൊണ്ടിരുന്നു, പക്ഷെ പറയാൻ പറ്റിയില്ല. എങ്കിലും സുഷിയാൻ്റെ അത് ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. 1972 മുതൽ 75 വരെയുള്ള സമയത്താണ്, കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട തോമസ് സാമുവൽ സീനിയർ അച്ഛൻ നമ്മുടെ ഹൈദരാബാദ് ഇടവകയുടെ വികാരിയായിട്ട് സേവനം ചെയ്തത്. അച്ഛനെയൊക്കെ എനിക്ക് വളരെ ചെറിയ പരിചയമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷ തുടങ്ങുന്ന കാലങ്ങളിലൊക്കെ തന്നെ അച്ഛൻ റിട്ടയർമെന്റ് ആയി. അവരൊക്കെ അന്ന് വളരെ സീനിയർ ആയിട്ടുള്ള പട്ടക്കാരായിരുന്നു. വളരെ സൗമ്യനായ, ശാന്തനായ, സുസ്മേരവദനായ ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു തോമസ് സാമുവൽ അച്ഛൻ. ദീർഘനാളുകളായിട്ട് പ്രായത്തിൻ്റെ ക്ഷീണവും ബലഹീനതകളും ഒക്കെ കൊണ്ട് അച്ഛന് യാത്ര ചെയ്യാനും വയ്യായിരുന്നു. ഭവനത്തിൽ വിശ്രമത്തിലായിരുന്നു. നമ്മുടെ ദേവാലയത്തിന്റെ പ്രതിഷ്ഠ വാർഷികവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുൻ വികാരിമാരെയൊക്കെ ക്ഷണിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയായിട്ട് തീരുമാനിച്ചപ്പോൾ ആദ്യം പരിഗണനയിൽ വന്ന പേരുകളിൽ ഒന്നായിരുന്നു തോമസ് സാമുവൽ സീനിയർ അച്ഛനും TM ജോൺ അച്ഛനും ഒക്കെ. അവർക്കൊക്കെ യാത്ര ചെയ്യാൻ പ്രായത്തിൻ്റെതായിട്ടുള്ള ക്ഷീണവും പരിമിതികളും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊന്നും വരാനായിട്ട് കഴിഞ്ഞില്ല. അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ സഭയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. അച്ഛൻ്റെ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ. നാളെയാണ് അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷ കോട്ടയത്ത് നടക്കുന്നത്. അതിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട്, നാട്ടിലൊക്കെ ഉള്ള ആരെങ്കിലും അച്ഛനുമായിട്ട് ഇവിടെ വെച്ച് പരിചയമുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവുകയും അതിൽ പങ്കെടുക്കുകയും സഭയുടേതായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അഭികാമ്യമായിരിക്കും എന്നോർക്കുന്നു, എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു സഭയ്ക്ക് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ്. അതിന്റെ മൂന്നാമത്തെ ഒരു ഈവന്റ് ആണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമിൽ നിന്ന് എമൗസിലേക്ക് യാത്ര പോകുന്ന 2 യേശു കർത്താവിന്റെ ശിഷ്യർക്ക് യേശു കർത്താവ് പ്രത്യക്ഷനാകുന്നതും, എമൗസിലേക്കുള്ള യാത്രാമധ്യത്തിൽ തന്നെ യേശു കർത്താവ് അവരോടൊപ്പം ചേർന്ന് സഞ്ചരിച്ച് അവരോട് സംസാരിച്ച് അവരുടെ ഭവനത്തിൽ ചെന്ന് അവരോടൊപ്പം അത്താഴം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങളാണ്, വിവരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊരു സംഭവമാണ്, ഒരു വിവരണമാണ്. വേദപുസ്തകങ്ങളൊക്കെ ഒരർത്ഥത്തിൽ വിവരണങ്ങളാണ്, പല സംഭവങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ്, നറേഷൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് അവർ സ്ക്രിപ്ചർ. ആ നറേഷൻസിനകത്ത്, നറേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ആഖ്യാനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. നറേഷന്റെ ഡീറ്റെയിൽസിൽ ഉള്ള കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ വിശ്വാസത്തെ പ്രബലമാക്കും, ശക്തമാക്കും, സുസ്ഥിരമാക്കും, ഉറപ്പിക്കും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള, അതിനു വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് നമ്മൾ ഈ നറേഷൻസിന്റെ ഒക്കെ റീവിസിറ്റ്സിലൂടെ വായിക്കുകയും പുനർപഠിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇറ്റ്സ് നോട്ട് നോവൽ, ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് സ്റ്റോറി. അതൊരു വിവരണമാണ്, നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന, നമ്മുടെ വിശ്വാസത്തിന്റെ രൂപീകരണത്തെ സംബന്ധിക്കുന്ന, ആദിമ സഭയെ സംബന്ധിക്കുന്ന, സഭയുടെ ഉത്ഭവത്തെ സംബന്ധിക്കുന്ന, സഭയുടെ
പുരോഗതിയെയും വളർച്ചയെയും ഒക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ആഴമായി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കും. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഈ നാളുകളിൽ ഈ ഭാഗങ്ങളെ കുറിച്ച്, നറേഷൻസിനെ കുറിച്ച്, നറേറ്റീവ്സിനെ കുറിച്ച് വിശദമായി ചില ചിന്താവിഷയങ്ങളുടെ, ആശയങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെ ശ്രമിച്ചത്. ഇതുപോലെ നമ്മൾ 3 ചിന്തകളാണ് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമ്മൾ പഠിച്ചത്, ചിന്തിച്ചത്. നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നമ്മള് യേശു കർത്താവ് ഈ ശിഷ്യരോടൊപ്പം സഞ്ചരിക്കുന്നു, അവരുടെ നിരാശകളിൽ, അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ പ്രതീക്ഷയറ്റ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നു. ജീസസ് ഈസ് ട്രാവലിംഗ് with the people in their distress, desperations. യേശു നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു, സഭയോടൊപ്പം, എന്നോട് നിങ്ങളോടും ഒപ്പം. ജീസസ് ഈസ് ട്രാവലിംഗ് വിത്ത് us, മൂവിംഗ് വിത്ത് us, journeying with us. ജീസസ് ഈസ് അവർ കമ്പനി ഇൻ അവർ ലൈഫ് ജേർണി. നമ്മുടെ ജീവിത യാത്രയിൽ യേശു ഒരു വലിയ കൂട്ടാളിയാണ്. യേശു നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സഹസഞ്ചാരിയാണ്, യാത്രക്കാരനാണ്, സഹയാത്രികനാണ്. സഭ ഈ നാളുകളിൽ അത് മനസ്സിലാക്കണം. നമ്മൾ പ്രയാസങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ യേശു നമ്മളോടൊപ്പമുണ്ട്. കൽത്തുറങ്കുകളൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ, പൗലോസ് തടവിലാക്കിയപ്പോൾ, പൗലോസ് പാടി ആരാധിച്ചപ്പോൾ, ആ തടവറയിലുമുണ്ട് യേശു. ജീസസ് വാസ് ഇൻ ദ ജയിൽ, ഹി വാസ് ട്രയൽഡ്. ആദിമസഭയിലെ പലരും, പൗലോസിനെ പോലെയുള്ള അനേകം മനുഷ്യർ ജയിലിൽ അടക്കപ്പെട്ടു. അതുകൊണ്ട് വിശ്വാസത്തിന്റെ ചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ ജയില് സഭയ്ക്ക് അന്യമൊന്നുമല്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, അവർ നിങ്ങളെ കോടതികളിൽ കൊണ്ടുപോയി ന്യായം വിധിക്കും, നിങ്ങളെ തടവറയിൽ അടയ്ക്കും, കൽത്തുറങ്കിൽ അടയ്ക്കും, അപ്പോൾ നിങ്ങൾ സന്തോഷിക്കണം എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്. അപ്പോ ഏത് ജീവിത അവസ്ഥയിലും, ഏത് ജീവിത സാഹചര്യങ്ങളിലും സഭയോടൊപ്പം, എന്നോട് നിങ്ങളോടുമൊപ്പം യേശു സഞ്ചരിക്കും. അവൻ സഞ്ചരിക്കുക മാത്രമല്ല, he was not a silent co-traveler. He is an active conversationist. He is actively engaging in dialogue with us. യേശു നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ നിരാശ, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ സങ്കടം, നമ്മുടെ ദുഃഖമൊക്കെ കേൾക്കുന്നു ദൈവം. കഴിഞ്ഞ ദിവസം ഞാൻ 2 സിസ്റ്റർമാരെ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സ്ത്രീ വിചാരണ ചെയ്യുന്നത് ഇങ്ങനെ കാണുകയായിരുന്നു. ഒരു സ്ത്രീ ഇങ്ങനെ കൈ ചൂണ്ടി ആ സിസ്റ്ററുടെ മുഖത്തേക്ക് കൈ ചൂണ്ടി, മുഷ്ടി അവരുടെ മുഖത്തിടിക്കത്തക്ക രീതിയിൽ അങ്ങനെ കൈ ചൂണ്ടി ചെല്ലുമ്പോഴും ആ സിസ്റ്റർ വളരെ ശാന്തയായി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അടുത്തിടയ്ക്ക് എന്നെ സ്വാധീനിച്ച ഒരു ചിത്രമാണ്. ആക്രോശിക്കുന്ന മെത്രാന്മാരുടെയും സഭാ നേതാക്കന്മാരുടെയും ഭീഷണിപ്പെടുത്തുന്ന, പടക്കം പൊട്ടിക്കുന്ന, വെല്ലുവിളിക്കുന്ന മത അധ്യക്ഷന്മാരുടെ ഒക്കെ ചിത്രത്തിനിടയിൽ വളരെ ബലഹീനയായി, വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശാന്തതയോടുകൂടെ ഇരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസി, ഒരു കന്യാസ്ത്രീ അമ്മ, ഒരു സഹോദരി. നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ അവസ്ഥയിൽ ജീസസ് ഈസ് കൺവേഴ്സിംഗ് വിത്ത് us.
ജീസസ് ഈസ് അവർ ഡയലോഗ് പാർട്ട്ണർ. ഒരുപക്ഷെ ആ അമ്മച്ചി ആ അമ്മ അപ്പൊ പ്രാർത്ഥിക്കുമായിരിക്കും മനസ്സിൽ, അല്ലേ? സൈലന്റ്ലി പ്രേയിങ്, സൈലന്റ്ലി ഡയലോഗിങ് വിത്ത് ഗോഡ്. പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, അവർക്ക് ഭക്ഷണം ലഭിക്കാൻ വേണ്ടി, ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുന്ന മനുഷ്യർ, അവരൊക്കെ തടഞ്ഞു നിർത്തി അവരെയൊക്കെ വിചാരണ ചെയ്യാം. കൊല്ലുന്നവരെയും അന്യരുടെ വസ്തുവകളൊക്കെ മോഷ്ടിക്കുന്നവരെയും ഒക്കെ അവരുടെ മുൻപിൽ മാധ്യമങ്ങളൊക്കെ മൈക്കുമായിട്ട് നിൽക്കുമ്പോ ഇവിടെ വിശ്വാസത്തിന്റെ പേരിൽ, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ പേരിലൊക്കെ ചിലരൊക്കെ മ്യൂട്ടാക്കപ്പെടുന്നു, അല്ലേ? ആൻഡ് ഐ ബിലീവ് ഷി വാസ് ബീൻ പ്രേയിങ് when she was muted and silenced and cornered. രണ്ടാമത്തെ ചിന്ത അതായിരുന്നു, യേശു നമ്മോട് സംസാരിക്കുന്നു. നമ്മള് പ്രയാസപ്പെടുമ്പോൾ, ദുഃഖിക്കുമ്പോൾ യേശുവിനോട് നമുക്ക് സംസാരിക്കാൻ, കർത്താവിനോട് നമുക്ക് നമ്മുടെ ഭാരങ്ങളെ പങ്കുവെക്കാനായിട്ട്. ബിക്കോസ് ഹി ഈസ് എ വെരി ഗുഡ്, എക്സലന്റ് ഡയലോഗ് പാർട്ണർ. ദിസ് പാർട്ണർ വിൽ ഹെൽപ്പ് us to understand, to make us understand the truth. മൂന്നാമത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, യേശു കർത്താവ് അവരുടെ കണ്ണുകളെ തുറക്കുകയാണ്. അടഞ്ഞിരുന്ന, നിരോധിക്കപ്പെട്ടിരുന്ന അവരുടെ കാഴ്ചകളൊക്കെ തുറന്നു. സംടൈംസ് ഫെയ്ത്ത് ക്യാൻ ബി ബ്ലൈൻഡ്. സി, അവർ ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ് ഫെയ്ത്ത്. അന്ധവിശ്വാസമോ അനാചാരവുമല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കണം. യേശു കർത്താവ് അവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. അപ്പം നുറുക്കുമ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവർ യേശു കർത്താവിനെ തിരിച്ചറിഞ്ഞു. നമ്മുടെ ചുറ്റുപാടുകളിൽ യേശു കർത്താവിനെ, ചുറ്റുപാടുകളുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയും. അല്ലാതെ ഭരണകൂടങ്ങളിലല്ല ക്രിസ്തുവിനെ കാണേണ്ടത്. ഭരണകൂടം നൽകുന്ന അപ്പക്കഷ്ണങ്ങളിലല്ല ക്രിസ്തുവിനെ കാണേണ്ടത്. ഭരണകൂടത്തിന്റെ പോലീസിലും ED-യിലും ഒന്നുമല്ല നമ്മൾ ക്രിസ്തുവിനെ കാണേണ്ടത്. ഇങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയണം. യേശു അവരുടെ കണ്ണു തുറന്നു. അതിന്റെ അവസാനത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്, ഇന്നത്തെ ചിന്ത, നാലാമത്തെ ചിന്ത അതാണ്. അവര് പറയുന്നത്, അവസാന ഭാഗം പറയുന്നു, ആ നാഴികയിൽ തന്നെ യേശു കർത്താവ് അവരുടെ കണ്ണ് തുറന്നു. അവരോട് കൂടെ ഉണ്ടായിരുന്നത് ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ, ദ വെരി മൊമെന്റ് ഇറ്റ് സെൽഫ്, അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. They both have returned to Jerusalem. That very moment itself, the moment when Jesus revealed himself to them in the breaking of the bread, when they were having, dinner together, fellowship together, they have took a return journey. അവർ മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കിയിൽ അവർക്ക് അറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. So it is about fellowship. Jesus revealed himself to them in the fellowship. ആ കൂട്ടായ്മയിലാണ് യേശു കർത്താവ് അവർക്ക് വെളിപ്പെട്ടത്. യേശു കർത്താവ് അവരോടൊപ്പം സഞ്ചരിച്ചു. യേശു കർത്താവ് അവരുടെ ഭവനത്തിലുണ്ടായിരുന്നു. പക്ഷേ യേശു കർത്താവ് അവർക്ക് വേണ്ടി അപ്പം നുറുക്കിയപ്പോൾ അവർ യേശു കർത്താവിനെ തിരിച്ചറിഞ്ഞു. റിയലൈസിങ് ക്രൈസ്റ്റ് in our fellowships. When Jesus shared the broken bread with them, they realized that it is Christ. It was Christ. യേശു കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു.
നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ കൂടിവരവുകളിൽ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. വാസ്തവത്തിൽ ഈ ശിഷ്യർ കൂട്ടായ്മകളെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയവരാണ്. കൂട്ടായ്മകൾ വേണ്ട എന്ന് വെച്ച് ഇറങ്ങിപ്പോയവരാണ്. They traveled from the fellowship in Jerusalem with the disciples to Emmaus. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, യേശു കർത്താവ് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ കൂട്ടായ്മ ഉപേക്ഷിച്ച് എങ്ങോട്ടെന്നില്ലാതെ, എന്തിനെന്നില്ലാതെ അവർ എമൗസിലേക്ക് മടങ്ങിപ്പോയവർ. അതേ രാത്രിയിൽ തന്നെ അവർ ഏത് കൂട്ടായ്മയിൽ നിന്നാണോ, ഏത് ഫെലോഷിപ്പിൽ നിന്നാണോ, ഏത് സംസർഗത്തിൽ നിന്നാണോ, ഏത് സുഹൃത്ത് സംഘത്തിൽ നിന്നാണോ അവർ ഇറങ്ങിപ്പോയത്, അതിലേക്ക് അവർ ആ രാത്രിയിൽ തന്നെ, ആ നാഴികയിൽ തന്നെ മടങ്ങിപ്പോകുന്നു. ഇൻസ്റ്റന്റ് ഗോയിങ് ബാക്സ്, ഇൻസ്റ്റന്റ് റിട്ടേണിങ്സ്. ആൻഡ് ഇഫ് യു ഡിസൈഡ്, ഇഫ് യു വെയിറ്റ്, ഇഫ് യു procrastinate, if you keep your return in a bay, ഇനി വരാം, പിന്നെ ആകാമെന്ന് കരുതിയാൽ, you cannot go back. We cannot have the fellowship. ചില മടങ്ങി വരവുകൾ പെട്ടെന്നുണ്ടാവണം. ചില തീരുമാനങ്ങൾ you have to take instantly. ചില തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കണം. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളെ നടന്നിട്ടുള്ളൂ. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളെ യാഥാർത്ഥ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് കൂട്ടായ്മകളിലേക്കുള്ള മടങ്ങി വരവ് പെട്ടെന്നാണ്. ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ് അല്ലേ? നമ്മളൊക്കെ ഇറങ്ങിപ്പോക്കുകൾ നമ്മൾ പെട്ടെന്നെടുക്കും. ഓ, ഞാനിനി പോവാ, എനിക്കിനി വേണ്ട. അങ്ങനെ ഉപേക്ഷിച്ചു പോയവരൊക്കെ ഉണ്ട് നമ്മുടെ മധ്യത്തിൽ. ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ നമുക്കുണ്ടാകും അല്ലെ? എല്ലാത്തിനും കാരണങ്ങൾ, നന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം കാരണങ്ങളുണ്ട്. ബട്ട് കൂട്ടായ്മകളുടെ തകർച്ച, കൂടിച്ചേരലുകളുടെ തകർച്ച, failure in our togetherness, in our fellowships, in our get together will definitely impact our faith journey. നമ്മുടെ വിശ്വാസ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ കൂട്ടായ്മ ബന്ധങ്ങൾ തകർക്കും. So they dropped themselves out from the fellowship of disciples. ഒരുപക്ഷെ അതൊരു അവർക്ക് ചിലതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ പ്രശ്നമായിരുന്നിരിക്കാം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് സ്ത്രീകൾ വന്ന് പറഞ്ഞപ്പോൾ they were not ready to accept and receive that news. It created a confusion for them. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, അത് മാത്രമല്ല ഇപ്പോ പുതിയ വാർത്തയാണ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. They were not ready to accept that news. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാണ്. പുതിയ വാർത്തകൾ, പുതിയ സംഭവങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസം. വി വാണ്ട് എവറിഥിങ് ടു ബി ദ സെയിം. പഴയതുപോലെ മതി, പുതിയതൊന്നും വേണ്ട. പഴയതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ, വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഡിസ്റ്റർബാണ്. ഇവിടെ യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പുതിയ വാർത്ത ഈ സ്ത്രീകൾ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അവരിറങ്ങിപ്പോയി, അവര് മടങ്ങിപ്പോന്നു. ആ യാഥാർത്ഥ്യത്തിലേക്ക്, ആ സുവിശേഷത്തിലേക്ക്, ആ വാർത്തയിലേക്ക് തന്നെ അവര് മടങ്ങിപ്പോകുന്നു. അവര് വിശ്വസിക്കുന്നു, യെസ്, ജീസസ് ഈസ് റിസൺ ഫ്രം ദ ഡെഡ്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മളുടെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്നറിയാമോ? ചില കാര്യങ്ങൾ ചിലര് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവർ തിരിച്ചു ചെന്നപ്പോ എന്താ പറയുന്നത് അറിയാമോ? അവിടെ നമ്മൾ കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നവർ പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് പ്രത്യക്ഷനായി, എനിക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മഗ്ദലക്കാരത്തി മറിയ പറഞ്ഞതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ശിമോൻ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി.
ശിമോന് മാത്രമല്ല, അവര് പറയുന്നുണ്ട് ഞങ്ങൾക്കും പ്രത്യക്ഷനായി, ഞങ്ങളോടുകൂടെ അവൻ സഞ്ചരിച്ചു, ഞങ്ങളോടുകൂടെ അവൻ ഭക്ഷണം കഴിച്ചു, ഞങ്ങളോടൊപ്പം അവൻ അപ്പം നുറുക്കി എന്ന് അവർക്ക് പറയാനുണ്ടായിരുന്നു. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഞാനോടുകൂടെ സഞ്ചരിച്ചു, എനിക്ക് അപ്പം നുറുക്കി തന്നു എന്ന സാക്ഷ്യമല്ല പറയാനുണ്ടായിരുന്നത്. ശീമോൻ പത്രോസിന് ഇവരുടെ സാക്ഷ്യമല്ല പറയാനുണ്ടായിരുന്നത്. അവർക്കെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തമായ സാക്ഷ്യങ്ങളുമായിരുന്നു പറയാനുള്ളത്. പക്ഷെ നമ്മുടെ ഒരു വലിയ പ്രോബ്ലം, നമ്മുടെയൊക്കെ അനുഭവങ്ങൾ ഒരുപോലെ ആയിരിക്കണം. ഇഫ് they don't have the experience like me, or their experience is not same like me, എന്റെ പോലെയുള്ള അനുഭവം അല്ലെങ്കിൽ പിന്നെ അത് അനുഭവം അല്ലെന്ന് പറയുന്ന ചില വിശ്വാസങ്ങളാണ്, ചില വിശ്വാസ ബോധ്യങ്ങൾ. നമ്മളതിനെ സാധൂകരിക്കുന്നു, സാധാരണവൽക്കരിക്കുന്നു, പൊതുവൽക്കരിക്കുന്നു. നമ്മളെല്ലാം ദൈവത്തെ അനുഭവിച്ചറിയുന്നത് ഓരോരോരോ മുഖാന്തരങ്ങളിലാ, ഓരോരോ അനുഭവങ്ങളിലാ, സാഹചര്യങ്ങളിലാ. എന്റെ സാഹചര്യം അല്ല നിങ്ങളുടെ സാഹചര്യം, എന്റെ അനുഭവം അല്ല നിങ്ങളുടെ അനുഭവം. There is no uniformity. ദൈവത്തെ അനുഭവിച്ചറിയുന്നതിൽ അങ്ങനെയുള്ള ഒരു ഏകതയുമില്ല, ഒരേ സ്വഭാവമില്ല. നമ്മളെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ദൈവത്തിന്റെ സന്ദർശനത്തെ അനുഭവിച്ചറിയുന്നത്. And they all have different experiences of God, Christ, but they have a common fellowship. അവരെല്ലാം വ്യത്യസ്തരായി ദൈവത്തെ അനുഭവിച്ചറിയുമ്പോഴും അവരെല്ലാം ക്രിസ്തുവിൽ ഒന്നായിരുന്നു, അവർ ഒരുമിച്ച് കൂടിയിരുന്നു. അവരുടെ തിരിച്ചറിവിന്റെ, അവരുടെ അനുഭവത്തിന്റെ സെൻട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഈസ് റിസൺ ഫ്രം ദ ഡെഡ്. കർത്താവായ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച്, ക്രൂശിനെ അതിജീവിച്ച്, പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ശക്തിയോടുകൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അനുഭവങ്ങളെ എല്ലാം അടിവരയിട്ടത്. There is always a common underlining factor in our faith, in our experience, that the providence of God, the power of God, the fellowship of God. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ട്, നമ്മളോട് സംസാരിക്കുന്നു, നമ്മളോട് ഇടപെടുന്നു. നമ്മുടെ ജീവിതത്തിന് വിവിധ ഘട്ടങ്ങളിൽ, വിവിധ അനുഭവങ്ങളിൽ അവന്റെ സാന്നിധ്യം എനിക്ക് നിങ്ങൾക്കും അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്നുള്ള ഒരു പൊതുവായ നമ്മളുടെയൊക്കെ ബന്ധങ്ങളെ, ജീവിതങ്ങളെ ഒക്കെ അടിവരയിടുന്ന ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാനാണ് നമുക്ക് കഴിയാതെ പോകുന്നത്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാനാണ് വിവിധ സഭകൾക്ക് കഴിയാതെ പോകുന്നത്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനാണ് നമ്മുടെ വ്യത്യസ്തങ്ങളായ ആരാധനകൾക്ക് കഴിയാതെ പോകുന്നത്. നമ്മൾ കുന്തിരിക്കം വീശിയാലും, പുകച്ചാലും, ധൂപക്കുറ്റി വീശിയാലും, കിഴക്കോട്ട് നിന്നാലും, പടിഞ്ഞാറ് നിന്നാലും, കാപ്പയിട്ടാലും, സർപ്ലീസ് ഇട്ടാലും, മുട്ടുകുത്തിയാലും, നിവർന്നു നിന്നാലും, എങ്ങനെ നിന്നാലും നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസസ്, ലെവൽസ് ഓഫ് എക്സ്പീരിയൻസസ് എന്തായിരുന്നാലും അടിസ്ഥാനപരമായി നമ്മുടെ ആരാധനകളിൽ ആരാധിക്കുന്നവരുടെ ഉള്ളിൽ, അവരുടെ ചുറ്റുപാടുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ, ക്രിസ്തുവുണ്ടോ എന്നുള്ളതാണ്. ബട്ട് വി ഫെയിൽ ടു റിയലൈസ് ദിസ് അണ്ടർലൈനിങ് ഫാക്ടർ ഇൻ അവർ എക്സ്പീരിയൻസസ്. നമ്മുടെ അനുഭവങ്ങളിലെ ഈ പൊതുവായ അന്തർധാര നമുക്ക് അറിയാൻ കഴിയുന്നില്ല. വി ഫെയിൽ ടു റെക്കഗ്നൈസ് ഇറ്റ്, വി ഫെയിൽ ടു സെലിബ്രേറ്റ് ഇറ്റ്. അങ്ങനെ പലതുമൊക്കെ പറഞ്ഞു ഓടി പോയവർ, മഗ്ദലക്കാരത്തി മറിയയുടെ സാക്ഷ്യത്തെ അംഗീകരിക്കാതിരുന്നവർ, പുനരുത്ഥാനം എന്ന സത്യത്തെ അംഗീകരിക്കാൻ പ്രയാസപ്പെട്ടവർ, പലയിടങ്ങളിലും, യെരുശലേമിലും, എമ്മൗസിലും, വഴിയിലും ഒക്കെ ഇടങ്ങളിൽ, പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് they have a common understanding, common focus, common fact, underlining reality behind their experiences and faith. The fact of the resurrection of the Lord, യേശു കർത്താവിന്റെ പുനരുത്ഥാനം എന്ന യാഥാർത്ഥ്യം. അവിടെയും എനിക്കൊരു പ്രശ്നമുണ്ട്. അവിടെയും അവർ പറയുന്നത് ശിമോന് പ്രത്യക്ഷനായി, മഗ്ദലക്കാരത്തി മറിയയ്ക്കും പ്രത്യക്ഷനായി എന്ന് പറഞ്ഞില്ല. നമ്മൾ അതുകൂടെ ചേർത്ത് വായിക്കണം. ശിമോന് മാത്രമല്ല, മഗ്ദലക്കാരത്തി മറിയയ്ക്കും ആ സ്ത്രീകൾക്കും ഒക്കെ യേശു കർത്താവ് പ്രത്യക്ഷനായി, പലർക്കും പ്രത്യക്ഷനായി, ഇനിയും പ്രത്യക്ഷനാവും. ആ അനുഭവങ്ങളെ അംഗീകരിക്കാൻ, ആഘോഷിക്കാനായിട്ട് സാധിക്കും. ചിലരുടെ അനുഭവങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളോ? അല്ല. നമ്മൾ ഈ പാവപ്പെട്ട പ്രീതി സിസ്റ്ററിന്റെയും വന്ദന സിസ്റ്ററിന്റെയും ഒക്കെ വിമോചനത്തിനു വേണ്ടി ജയിലിൽ അടയ്ക്കപ്പെട്ടവരെ അനീതിയായി, അന്യായമായി
ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ വിമോചനത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. ലോകമെമ്പാടും, ഭാരതത്തിലെമ്പാടും അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങളും കൂടിച്ചേരലുകളും കൂട്ടായ്മകളും എല്ലാ വിഭാഗങ്ങളെയും, എല്ലാ ഡിനോമിനേഷനുകൾ മറന്നുകൊണ്ട് ക്രിസ്തീയമായ ഐക്യതയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നലെയും നമ്മൾ ചെയ്തു സെക്കന്ദരാബാദിൽ. അത് ആവശ്യമാണ്. പക്ഷെ അപ്പോഴും നമ്മൾ അതിനകത്തൊരു വിവേചനമുണ്ട് നമുക്ക്. അതെന്താണെന്നറിയാമോ? ഒരുപാട് പാവപ്പെട്ട പാസ്റ്റർമാര്, സാധുക്കള്, പൊളിറ്റിക്കൽ പവർ ഇല്ലാത്തവര്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ച് സമ്മർദ്ദപ്പെടുത്താൻ കഴിവില്ലാത്തവർ, വിദ്യാഭ്യാസത്തിന്റെയും അങ്ങനെയുള്ള പല കാര്യത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഒക്കെ പവറിനെ കുറിച്ച്, അതിന്റെ ശുശ്രൂഷകളെ കുറിച്ച്, സ്വാധീനത്തെ കുറിച്ചൊക്കെ പറയാനില്ലാത്തവർ അല്ലെ? ഇവിടുത്തെ വിദേശകാര്യമന്ത്രിമാരെയും ഫൈനാൻസ് മിനിസ്റ്റർമാരെയും ഒന്നും പഠിപ്പിച്ച സ്കൂളുകളുടെ പാരമ്പര്യം പറയാനില്ലാത്ത പാവപ്പെട്ട ക്രിസ്തുവിന്റെ സാധാരണക്കാരായ ദുർബലരായിട്ടുള്ള ഈ പാവം പിടിച്ച മനുഷ്യന്മാരോടെയൊക്കെ സുവിശേഷമുണ്ടല്ലോ. അവരെയൊക്കെ ദിവസം പ്രതി, ഞായറാഴ്ച എന്നില്ല, വെള്ളിയാഴ്ച എന്നില്ല, ഈസ്റ്റർ എന്നില്ല, ക്രിസ്മസ് എന്നില്ലാതെ എല്ലാ ദിവസങ്ങളിലും നിരന്തരമായി അടിയേൽപ്പിക്കപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, കുടിയിറക്കപ്പെട്ട്, ദേവാലയങ്ങൾ തല്ലിപ്പൊളിക്കപ്പെട്ട് അഗ്നിക്കിരയാക്കപ്പെടുന്നവരുണ്ട്. അന്നേരം ഒന്നും നമ്മൾ കൂടുന്നില്ല. ചിലരുടെ അനുഭവങ്ങളിൽ മാത്രം നമുക്ക് വികാരം കൊള്ളുന്നെങ്കിൽ അവിടെ കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറയുന്നു. വിശ്വാസത്തിന്റെ പേരിൽ, ക്രിസ്തുവിന്റെ പേരിൽ ആരെല്ലാം എവിടെയെല്ലാം അന്യായമായി ആക്രമിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം നമ്മുടെ ആരാധനാലയങ്ങൾ തച്ചു തകർക്കപ്പെടുന്നുവോ, അവിടെയെല്ലാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, അവിടെയെല്ലാം സഭ ഐക്യതയോടുകൂടി, ഏകതയോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. അപ്പൊ അവർ പെന്തക്കോസുകാർ, അവരുടെ വായിരിക്കുന്നത് ശരിയല്ല, അവരുടെ സുവിശേഷം ശരിയല്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി നമ്മുടെ ഇടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന ചില ഛിദ്രശക്തികളുണ്ട്. കർത്താവിനെ അറിയാത്തവർ, സുവിശേഷം അറിയാത്തവർ, വിശ്വാസത്തെയും മതത്തെയും രാഷ്ട്രീയമായി മാത്രം കാണുന്നവർ, ക്രിസ്തീയതയെ രാഷ്ട്രീയമായി മാത്രം കാണുന്നവർ, യുദ്ധത്തെയും കടന്നുകയറ്റത്തെയും കൊള്ളയെയും കൊലയെയും കൊലപാതകത്തെയും രക്തം ചിന്തതിനെയൊക്കെ ന്യായീകരിക്കുന്ന കള്ള ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം നമ്മൾ. അല്ലാതെ വ്യവസ്ഥാപിത സഭകളുടെ, വലിയ സഭകളുടെ, ആദർശവാദികളായ സഭകളുടെ, മിഷണറി പാരമ്പര്യം അവകാശപ്പെടുന്നവരുടെ ശുശ്രൂഷകർ മാത്രം തടസ്സപ്പെടുത്തുമ്പോൾ, അവർ മാത്രം ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ, അവർ മാത്രം പീഡിപ്പിക്കപ്പെടുമ്പോൾ മാത്രം ഉണർന്നാൽ പോരാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞ പ്രശ്നമാണ്. We fail to understand the underlining factors of our experiences. നമ്മളുടെ അനുഭവങ്ങളുടെ പിന്നിലുള്ള ഈ പൊതുവായ അടിവരയിടുന്ന, നമ്മളെ കൂട്ടിക്കെട്ടുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ നമ്മൾ പരാജയപ്പെട്ടു. പലപ്പോഴും സഭ അങ്ങനെയാ, സെലക്റ്റീവാ. നമ്മളൊക്കെ സെലക്റ്റീവാ. ചിലർക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ഞെട്ടും, അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും. പാവപ്പെട്ടവർ, നമ്മുടെ സഭയിലെ ദുർബലർ, ചുറ്റുപാടിലുള്ളവർ, പ്രയാസം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ഓ അത് കോമൺ. നോ, ഒരു വിശ്വാസി, യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് വേറുകൃത്യം പാടില്ല. കാരണം ഓരോ അനുഭവങ്ങളും ഓരോരുത്തരെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. എൻ്റെ വേദന എന്നെ സംബന്ധിച്ച് അത് വലിയ വേദനയാണ്. ഓ അച്ഛൻ അതിനെക്കുറിച്ചല്ലേ, ഓ ആന്റിയുടെ അതെന്തോ പ്രശ്നം, ഓ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കും. മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കാൻ കഴിയണം. അതാണ് ഫെലോഷിപ്പ്. ആ കൂട്ടായ്മ സഭയ്ക്കുണ്ടാകണം. ആ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് സഭ വരണം. എല്ലാവർക്കും ഒരേപോലെ അനുഭവം ഉണ്ടാവണമെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരുടെയും അനുഭവങ്ങൾക്ക് പിന്നിലുള്ള അടിസ്ഥാന ശക്തിയെ, അതിനെ കൂട്ടിക്കെട്ടുന്ന, അതിനെ കൂട്ടിയോജിപ്പിക്കുന്ന, സംയോജിപ്പിക്കുന്ന പൊതുധാരയെ നമ്മൾ മനസ്സിലാക്കണം. അത് ക്രിസ്തുവാണ്. വിശ്വാസത്തിന്റെ പേരിൽ ആരെല്ലാം എവിടെയെല്ലാം ആക്രമിക്കപ്പെടുന്നുവോ, തച്ചു തകർക്കപ്പെടുന്നുവോ, തടസ്സപ്പെടുത്തപ്പെടുന്നുവോ, എവിടെയെല്ലാം ക്രിസ്തുവിന്റെ ചെറിയ മനുഷ്യർ ആക്രമിക്കപ്പെടുന്നുവോ, അവിടെയെല്ലാം ക്രിസ്തുവിന്റെ ശരീരമാണ്, ക്രിസ്തുവിന്റെ മനസ്സാണ്, ക്രിസ്തുവാണ് തകർക്കപ്പെടുന്നത് എന്ന് ചിന്തിക്കാൻ
അതിൽ ഇടപെടാൻ സഭയ്ക്ക് കഴിയണം, എനിക്കും നിങ്ങൾക്കും കഴിയണം. ഫെലോഷിപ്പ്, കൂട്ടായ്മ കുടുംബത്തിനുള്ളിൽ ഉണ്ടാവണം, അത് സമൂഹത്തിലുണ്ടാകണം, അത് കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണം. ഇറങ്ങിപ്പോയവർ മടങ്ങി വരണം. എമൗസിലേക്ക് പോയവർ ഇൻസ്റ്റന്റ്ലി, സ്പോണ്ടേനിയസ്ലി, ക്വിക്ലി കം ബാക്ക് ടു ദ ഫെലോഷിപ്പ്. മക്കളെ, ഇറങ്ങിപ്പോവാൻ എളുപ്പമാണ്, അതിനൊന്നും വലിയ അധ്വാനമൊന്നും വേണ്ട. പക്ഷെ മടങ്ങി വരവ്, അങ്ങോട്ട് പോയതിനേക്കാൾ ഇരുട്ടുള്ളപ്പോൾ, പ്രതിസന്ധികൾ, and they had Christ with them, now they have to come back of their own. മടങ്ങി വരവിന്റെ വഴികൾ വളരെ കഠിനമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ മുറിച്ചു കളഞ്ഞ ചില കൂട്ടായ്മകൾ, നമ്മൾ തകർത്ത് കളഞ്ഞ ചില ബന്ധങ്ങൾ, ഈ നാളുകളിൽ അതൊന്ന് പുതുക്കപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ. യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്ത് ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഇവരെ കൂട്ടായ്മയിൽ ഉറപ്പിക്കാനാണ്. ഫെലോഷിപ്പ്, കൊയിനോണിയ, അതൊരു ഷെയറിംഗ്, അതൊരു ബെയറിംഗ് ആണ്, ബേർഡൻസ്. അതിന് ഈ നാളുകളിൽ സഭ ശക്തമാകണം, ദൈവജനം അതിനുവേണ്ടി ഒരുങ്ങണം. അതിനാണ് നമ്മൾ ഈ നറേറ്റീവ്സ് ഒക്കെ വീണ്ടും പഠിക്കുന്നത്. അതിനാണ് നമ്മൾ ഈ വിവരണങ്ങളെ കുറിച്ച് അതിന്റെ ആഴങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നമ്മളെ നമ്മളാക്കി നിർത്തുന്നത്, നമ്മുടെ പോരാട്ടങ്ങളിൽ നമ്മളെ ശക്തീകരിക്കുന്നത് നമ്മുടെ കൂട്ടായ്മ ബന്ധമാണ്. ക്രിസ്തുവിനോട്, സഭയോട്, ദൈവജനത്തോടുള്ള നമ്മുടെ കൂട്ടായ്മ ബന്ധം. വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുള്ളപ്പോഴും നമ്മളെ കൂട്ടിയിണക്കുന്ന, കൂട്ടിക്കെട്ടുന്ന ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത് എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഇന്നും ജീവിക്കുന്ന ക്രിസ്തു എന്ന പരമമായ യാഥാർത്ഥ്യം, ആ ബോധം, ആ തിരിച്ചറിവ് നമുക്കെല്ലാം ദൈവം നൽകട്ടെ. എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും കൂട്ടായ്മ ബന്ധത്തിൽ ശക്തിപ്പെട്ട് ഉറപ്പിക്കപ്പെട്ട് കർത്താവിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, ഈ പകൽക്കാലം ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താവേ, ഞങ്ങൾ കൂട്ടായ്മ ബന്ധത്തെ തകർത്തവരാണ്. ഞങ്ങളുടെ കൂട്ടായ്മകൾക്ക് ഭംഗം വന്നിട്ടുണ്ട്. പല കാര്യങ്ങളാണ്, പല കാരണങ്ങളാണ്. ഈ പകൽക്കാലം കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ശക്തിപ്പെടുത്തുവാൻ, സഭയുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ഉറപ്പിക്കുവാൻ, ശക്തീകരിക്കുവാൻ വചനത്തിലൂടെ നീ ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനായിട്ട് സ്തോത്രം. എമ്മൗസിലെ ശിഷ്യന്മാർ മടങ്ങി യെരുശലേമിന്റെ കൂട്ടായ്മയിലേക്ക് പോയതുപോലെ അവർ തിരസ്കരിച്ച പുനരുത്ഥാനത്തിന്റെ സുവിശേഷത്തെ, സത്യത്തെ അവരുടെ ജീവിത അനുഭവം കൊണ്ട് അവർ അംഗീകരിച്ചതുപോലെ, ഏറ്റെടുത്തതുപോലെ കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മകൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന, ക്രിസ്തുവിനെ ഏറ്റെടുക്കുന്ന, ക്രിസ്തുവിനെ പങ്കുവയ്ക്കുന്ന കൂട്ടായ്മകളായി തീരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ കർത്താവെ ഛിദ്രശക്തികളെയും അവിടുന്ന് അവിടുത്തെ ആത്മാവിനാൽ ബന്ധിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ സഭയെ, ആലോചനകളെ, കൂട്ടായ്മകളെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, എല്ലാ മക്കളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ആശീർവദിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും, ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിട്ടുപോയ വിഷയങ്ങളോടും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഫാസ്റ്റിംഗ് പ്രേയറിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി
ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഏകദേശം 31 പേരോളം ഇന്നിതിൽ പങ്കെടുത്തു. നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ പാടി നമ്മെ സഹായിച്ച ബാബു അങ്കിളിനോടും സങ്കീർത്തനം വായിച്ച മെർലി ആൻറ്റിയോടും മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാ വിഷയങ്ങളും ഓർത്ത് നമ്മളെ പ്രാർത്ഥനയിൽ നയിച്ച സുഷ ആൻറ്റിയോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മുൻപോട്ട് കടന്നു വന്ന് ഓരോരോ ഭാഗം ഏറ്റെടുത്ത് നിങ്ങളെ ദൈവം ധാരാളമായിട്ട് തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയും രാവിലെ 10:30 മണിക്ക് പ്രാർത്ഥന ഉണ്ടാവും. അടുത്ത വെള്ളിയാഴ്ചയിൽ പാട്ട് പാടാൻ ഒരാൾ നമുക്ക് വേണം. വളരെ വേഗം ഒന്ന് വോളണ്ടിയർ ചെയ്താട്ടെ. ഞാൻ പാടിക്കോളാം. അഞ്ജു നിഷാന്ത് പാട്ട് പാടും. ഓക്കെ. സങ്കീർത്തനം 48, സാം 48. ജെസ്സി ജോസഫ് ആൻഡി. യെസ്, ജെസ്സി ജോസഫ് ആൻഡി, താങ്ക് യു. ഇനി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരാള് വേഗം പറയണേ. പ്രാർത്ഥനയ്ക്കാണ് സമയം എടുക്കുന്നത്. അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കാൻ. നീതു, താങ്ക് യു. എല്ലാവരോടും നന്ദി. നമുക്ക് ഇത് കൂട്ടായ്മ എന്ന് കേട്ടതുപോലെ ശക്തിപ്പെടട്ടെ, ബലപ്പെടട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അടുത്ത ഞായറാഴ്ച അൽമായ ഞായറാഴ്ചയാണ്. നമ്മുടെ ലേറ്റി ഫെലോഷിപ്പാണ് അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത്. എല്ലാവരെയും ഞായറാഴ്ചത്തെ ആരാധനയിലേക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബൈ.